4.6 സെന്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായിട്ടുള്ള ഒരു വീട് എവിടെയാണെന്നല്ലേ? പെരിങ്ങാലയിലാണ്. ഒരു ചെറിയ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല. ഏകദേശം 8ഓളം വില്ലകൾ വരുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റി. അതിൽ ആദ്യത്തെ വീടാണിത്. വീടിന്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത്. 2 A ടൈപ്പ് സ്ട്രക്ചർ മുകളിൽ വരുന്നുണ്ട്. ധാരാളം ഗ്രൂവ്സ് കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. താഴെ വരുമ്പോൾ സൺഷെയ്ഡിൽ ലോഡൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിരിക്കുന്നു. ഒരു കവേർഡ് ബാൽക്കണിയും നമുക്ക് ഒരു ഓപ്പൺ ബാൽക്കണിയും കാണാം. ഓപ്പൺ ബാൽക്കണിയുടെ ഒരു സൈഡിലായിട്ട് നമുക്ക് സ്ക്വയർ ട്യൂബിന്റെ ഒരു ഡിസൈൻ വർക്കും ചെയ്തിരിക്കുന്നു. വീടിന്റെ ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് റോഡ്. അത്യാവശ്യം വിടുത്തുള്ള 4.5 മീറ്റർ റോഡാണ് നൽകിയിരിക്കുന്നത്. ഇന്റർലോക്കിംഗ് ബ്രിക്സ് അവിടെ നൽകിയിട്ടുണ്ട്. മതിലിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇവിടെയാണ് മതിൽ വരുന്നത്. ചെറിയൊരു ഡിസൈൻ വർക്ക് മാത്രമാണ് മതിലിൽ നൽകിയിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മതിൽ. വീട് തുറന്ന് അകത്തേക്ക് പോകുന്നതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്കെല്ലാം കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതാണ് ഗേറ്റ് സ്ക്വയർ ട്യൂബും GI ഷീറ്റും എല്ലാം ഡെക്വുഡ് എല്ലാം ഉപയോഗിച്ച് മനോഹരമായിട്ടുള്ളൊരു ഗേറ്റ്. സ്ലൈഡിങ് ഗേറ്റും ഒരു ഫോൾഡിങ് ഗേറ്റുമാണ് വരുന്നത്. ഗേറ്റ് തുറന്ന് അകത്തേക്ക് വരുന്നത് നല്ല വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് സ്പേസിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. വലിയ വിശാലമായിട്ടുള്ള ഒരു കാർ പാർക്ക് ചെയ്യാൻ, ഒരു ഇന്നോവ പോലെയുള്ള വാഹനം ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2 ചെറിയ വാഹനങ്ങൾ, ഒരു വലിയ വാഹനം വേണമെങ്കിൽ അങ്ങനെ പാർക്ക് ചെയ്യാം. 2 ചെറിയ വാഹനങ്ങളാണെങ്കിൽ 2 ഇവിടെയും പാർക്ക് ചെയ്യാവുന്ന സൗകര്യം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വീടിന്റെ ഈ വശത്തും അത്യാവശ്യം നടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ലൈറ്റ് അല്പം കുറവുണ്ട്, അത് ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് വരാം. ഇതാണ് സിറ്റ് ഔട്ട്. ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ട് തന്നെയാണ് വരുന്നത്. ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. കാർ പോർച്ചിന്റെ ഭാഗമായിട്ടും ആ പില്ലർ വരുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഗോൾഡൻ ഡിസൈനിലുള്ള പില്ലറാണ് വരുന്നത്. എൻ്റെ പുറകിൽ നോക്കിയാൽ അറിയാം, ഒരു 3 പാളി ഫ്രഞ്ച് വിൻഡോയും നൽകിയിരിക്കുന്നു. ഇതാണ് മെയിൻ ഡോർ. മഹാഗണി വുഡിലാണ് മെയിൻ ഡോർ. വലിയ മെയിൻ ഡോറാണ്. ഇവിടെ ക്രോമിയത്തിന്റെ ഒരു ഡിസൈൻ വർക്കും ചെയ്തിട്ടുണ്ട്. കയറി വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട്. നേരെ നോക്കുമ്പോൾ തന്നെ ജനലാണ്. ജനലുകൾക്ക് സ്ക്വയർ റാഡുകളാണ് അഴികളായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ആ ഫ്രഞ്ച് വിൻഡോ എലിവേഷന്റെ ഭാഗമായിട്ട് കണ്ട വിൻഡോയാണ്. മുകളിൽ ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് ഡൈനിങ് ഏരിയയിലാണ്. സാധാരണ ലിവിങ് ഏരിയയിലാണ് TV യൂണിറ്റ് കൊടുക്കാറ്. പക്ഷെ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് ഡൈനിങ് ഏരിയയിലാണ് നമുക്ക് TV യൂണിറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് TV യൂണിറ്റ്. ഇവിടെ ഒരു ലെഡ്ജ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൈറ്റുകളൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഡൈനിങ് ഏരിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിൽ 4x2 വെട്രിഫൈഡ് ടൈൽ വൈറ്റ് കളറിലുള്ളതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ, ചെറിയൊരു ഡിസൈൻ വർക്ക് വരുന്നുണ്ട്. ഇനി ഡൈനിങ് ഏരിയയുടെ പ്രധാനപ്പെട്ട ഭാഗമായ വാഷ് കൗണ്ടർ വരുന്നത് ഈ ഭാഗത്താണ്. സെറയുടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. മൾട്ടിവുഡിലാണ് ഈ ഭാഗം നൽകിയിരിക്കുന്നത്. താഴെ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഈ ഭാഗത്ത് ഒരു ചെറിയൊരു ക്രോക്കറി ഷെൽഫ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് ഒക്കെ ഇട്ട് അത് മനോഹരമാക്കിയിട്ടുണ്ട്. സ്റ്റെപ്പ് പോകുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നും ലിവിങ് സ്പേസിനും ഇടയിൽ നിന്നാണ്. അതിന് താഴെയായിട്ട് ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസും കുറച്ച് സ്റ്റോറേജ് സ്പേസ് വേറെയും കൊടുത്തിട്ടുണ്ട്. അത് താഴത്തെ നിലയിൽ 2 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. നമുക്കിനി പോകാം കിച്ചണിലേക്ക്. ഇവിടെയാണ് കിച്ചൺ. കിച്ചന്റെ ഡോറ് ഗ്ലാസും വുഡും ഉപയോഗിച്ചിട്ടുള്ളതാണ് കിച്ചൺ ഡോറ് വരുന്നത്. ഇതാണ് കിച്ചൺ. താഴെ മുകളിലുമായിട്ട് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കിച്ചൺ വിൻഡോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 2 വാളുള്ള കിച്ചൺ വിൻഡോയും വരുന്നുണ്ട്. ഇവിടെയാണ് ഫ്രിഡ്ജിന്റെ സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വർക്ക് ഏരിയക്കുള്ള സ്പേസ് ആണ്. ചെറിയൊരു സ്പേസ് മാത്രമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഒരു വർക്ക് ഏരിയ ഇവിടെ ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ താഴത്ത് 2 ബെഡ്റൂമാണ് ഈ വീടിനുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പോകുന്നത് ആദ്യത്തെ ബെഡ്റൂമാണ്. ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. ഇതാണ് ബെഡ്റൂം. ഈ വശത്തായിട്ട് ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കൊന്നും തന്നെ ഇവിടെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ നേരെ നോക്കുന്നത് ഈ ജനലിലേക്കാണ്. 3 പാളിയുള്ള ജനലാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് വലിയ വാർഡ്രോബ്, മുകളിലേക്ക് ഭിത്തിയിൽ മുട്ടത്തക്ക രീതിയിലുള്ള വലിയ വാർഡ്രോബാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബും കൊടുത്തിരിക്കുന്നു. ബാത്റൂം നോക്കാം. ഇതാണ് ബാത്റൂം. ഫൈബർ ഡോറുകളാണ് ബാത്റൂമിന് ഉപയോഗിച്ചിരിക്കുന്നത്.
വൈറ്റ് കളർ ടൈലുകളാണ് ബാത്റൂം ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്ലോസി ടൈലാണ് വരുന്നത്. അത് വെട്ടിഫൈഡ് ടൈലാണ്. ഇവിടെ വാട്ടർ ഹീറ്ററിന്റെ സ്ഥാനമാണ് ഇവിടെ വരുന്നത്. വെന്റിലേഷന്റെ വിൻഡോ സെറയിലാണ് സാനിറ്ററി ഫിറ്റിംഗ്സുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്താണ് ഷവർ വരുന്നത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിൻ ചെയ്തിട്ടുണ്ട്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ഒരു 1.5 കിലോമീറ്ററാണ് ഇവിടുന്ന് അകലം വരുന്നത്. താഴത്തെ നിലയിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. നേരത്തെ കണ്ട ബെഡ്റൂമിന്റെ അത്ര വലിപ്പം ഈ ബെഡ്റൂമിനില്ല. ഇതാണ് ബെഡ്റൂം. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 പാളി ജനൽ ഇവിടെയും വരുന്നുണ്ട്. വാർഡ്രോബ് വരുന്നത് ഇവിടെയാണ്. 2 പാളികളിലായിട്ടാണ് വരുന്നത്. പക്ഷെ നേരെ ഫുൾ ഹൈറ്റിൽ തന്നെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിൽ ഫൈബറിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബാത്റൂമിൽ ലൈറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റേ ബാത്റൂം പോലെ തന്നെയാണ് ഈ ബാത്റൂമും ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങളൊന്നും ആ ബാത്റൂമിനെ കുറിച്ച് പറയാനില്ല. ഓക്കെ, ഇനി നമുക്ക് പോകാം മുകളിലത്തെ നിലയിലേക്ക്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിലായിട്ട് സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വീടിന് അപ്പർ ലിവിംഗ് സ്പേസ് കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് വരുന്നത്. എല്ലാ വീടുകളൊക്കെ അപേക്ഷിച്ച് കുറച്ചുകൂടി വലിയ അപ്പർ ലിവിംഗ് ഏരിയ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു കമ്പ്യൂട്ടർ ടേബിൾ എല്ലാം സെറ്റ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ജനൽ വരുന്നുണ്ട്. ബെഡ്റൂമിലൊന്നും ഫോൾ സീലിംഗ് വർക്ക് ഇല്ലെങ്കിലും ഇവിടെ നമുക്ക് ഹാളിലും ലിവിംഗ് സ്പേസിലെല്ലാം ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം സ്പേഷ്യസ് ആയിട്ടുള്ളതാണ്. ഇവിടെ ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ജനൽ വരുന്നുണ്ട്. വാർഡ്രോബ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. അത് ഫുൾ ഹൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ്. നല്ല നീളത്തിലുള്ള ബാത്റൂമാണ് വരുന്നത്. നല്ല ടൈലുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. സ്പേഷ്യസ് ആയിരുന്നു ബാത്റൂം. സെൻട്രൽ ഭാഗത്ത് ഷവർ വരുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെയാണ് വാഷ് ബേസിൻ. മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. ഇനി നമുക്ക് യൂട്ടിലിറ്റി സ്പേസും ബാൽക്കണിയും നോക്കാനുണ്ട്. ഇതാണ് യൂട്ടിലിറ്റി ഏരിയ. ട്രസ് വർക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ടൈലുകൾ നല്ല മാറ്റ് ഫിനിഷുള്ള ടൈലാണ്. അതുപോലെ തന്നെ മുകളിലേക്ക് ടെറസിലേക്ക് പോകാനായിട്ട് ഈ ഗോവണിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. MS-ലാണ് അത് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം വരുന്നത്. അതിൻ്റെ ടാപ്പും ഇലക്ട്രിക്കൽ കണക്ഷൻ പോയിന്റും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി പോകുന്നത് ബാൽക്കണിയിലേക്കാണ്. ബാൽക്കണി കൂടി മാത്രമാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ കാണിക്കാനുള്ളൂ. ഇനി നമ്മൾ കാണുന്നത് ബാൽക്കണിയാണ്. ഇതാണ് ബാൽക്കണി. ഒരു കവേർഡ് സ്പേസും ഒരു ഓപ്പൺ സ്പേസും അടങ്ങുന്നതാണ് ബാൽക്കണി. പാരപ്പറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ്. ഇതാണ് ഓപ്പൺ സ്പേസ്. നല്ല വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ ഒരുപാട് സ്പേസ് കാണാവുന്നതാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഇവിടെ നിന്നും വരുന്നത് 1.5 കിലോമീറ്റർ മാത്രമാണ്. ബസ് സ്റ്റോപ്പിലേക്ക് വരുന്നത് ഒരു 150 മീറ്ററാണ് ദൂരം വരുന്നത്. തൃപ്പൂണിത്തുറയിലേക്ക് വരുന്നത് ഏകദേശം 10 കിലോമീറ്ററാണ്. വളരെ മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിച്ച വീടാണിത്. ഈ വീടിൻ്റെ വിലയാണ് അവസാനം 59 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. പക്ഷേ നെഗോഷ്യബിൾ ആണ്. ഈ വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.